ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു മഷ്റൂം പെപ്പർ ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. മഷ്റൂം പെപ്പർ ഫ്രൈ ചെയ്യാനായിട്ട് ആദ്യമേ പാൻ അടുപ്പത്ത് വെച്ചു. ചൂടായ പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില. ഇനി ഇതിലേക്ക് സവാള ഉള്ളി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. സവാള ഉള്ളി കുറച്ച് നുറുക്കി അരിഞ്ഞതാണ്. ഞാൻ 400 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 2 സവാള ഉള്ളി ചെറുതായി അരിഞ്ഞതുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഉള്ളി ചെറുതായി ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് അധിക എരിവില്ലാത്ത ഒരു പച്ചമുളക് നുറുക്കിയത് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. 400 ഗ്രാം മഷ്റൂം എടുത്തതുകൊണ്ട് ഞാനൊരു ക്യാപ്സിക്കം ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ക്യാപ്സിക്കം നല്ലതുപോലെ വാടണം. ഉള്ളി ഒന്ന് ബ്രൗൺ നിറം ആകണം. ഇപ്പോൾ ക്യാപ്സിക്കം ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച മഷ്റൂം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി വെച്ച ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മഷ്റൂമിലെ വെള്ളമെല്ലാം നല്ലതുപോലെ ഇറങ്ങി വരണം. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ മഷ്റൂമിൽ വെള്ളമെല്ലാം നല്ലതുപോലെ ഇറങ്ങി വരുന്നുണ്ട്. ഈ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇതാ കണ്ടില്ലേ, നമ്മുടെ മഷ്റൂമിലെ വെള്ളമെല്ലാം നല്ലതുപോലെ ഇറങ്ങി വരുന്നുണ്ട്. മഷ്റൂം നല്ലതുപോലെ ചുരുങ്ങുമ്പോൾ നമുക്ക് വെന്തെന്ന് മനസ്സിലാവും. വെള്ളം മുഴുവനെ വറ്റിയ ശേഷമേ നമ്മുടെ പൊടിവകൾ ചേർത്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതായപ്പോൾ മഷ്റൂമിലെ വെള്ളമെല്ലാം വറ്റി മഷ്റൂമെല്ലാം നല്ലതുപോലെ വെന്തു. ഇനി ഈ സമയത്ത് നമുക്ക് പൊടിവകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചത്, ചെറിയ സ്പൂണിൻ്റെ പെരുംജീരകം വറുത്ത് പൊടിച്ചത്. മഷ്റൂം പെപ്പർ ഫ്രൈ അല്ലേ, അപ്പോൾ മെയിനായിട്ട് വേണ്ടത് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം. ആ പൊടികളെല്ലാം ഇളക്കി യോജിപ്പിച്ച പുറകെ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉപ്പെല്ലാം പാകത്തിനാണോ എന്നുകൂടി നോക്കേണ്ടതാണ്. അപ്പം നമ്മുടെ ടേസ്റ്റിയായ മഷ്റൂം പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.